ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കുള്ള ഡൗട്ടാണ്, എന്താണ് ഈ TDS, എന്താണ് ഈ GST? ഈ TDS കൊടുത്ത എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഡ്രീമിൽ വന്നിപ്പോൾ ഒരു 1000 രൂപയൊക്കെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 200-250 രൂപയൊക്കെ TDS ആയിട്ട് പിടിക്കുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. തിരിച്ച് കിട്ടും. അതെങ്ങനെ എന്തെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. സോ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വരിക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡ്രീമിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാഷ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനൊരു 250 രൂപ ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ ടാക്സ് കൊടുക്കേണ്ട, അതായത് ഗവൺമെൻറ്റിന് ടാക്സ് GST കൊടുക്കണം. ആ GST 54 രൂപയാണ്, ഏകദേശം 55 രൂപയാണ്. ആ ഒരു 55 രൂപ ഗവൺമെൻറ്റിന് പോവുക തന്നെ വേണം. ഈ എമൗണ്ട് നമ്മളെ ഡ്രീം 11 തന്നെ കൊടുത്തോളും. കാരണം ഈ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് കുറേ പേര് പ്ലെയേഴ്സ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഈ ഒരു എമൗണ്ട് കൊടുക്കാൻ തുടങ്ങി. അതിലേക്കാളും പ്രോഫിറ്റ് അവർ ഏൺ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. സോ അതുകൊണ്ട് അവർ തന്നെ ആ ഒരു എമൗണ്ട് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്കൗണ്ട് പോയിൻറ്റ്സ് പോലെ നമ്മൾ ആഡ് ചെയ്ത എമൗണ്ടിൽ തന്നെ ഈ ഒരു പോയിൻറ്റ്സ് വന്ന് കിടക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു എമൗണ്ട് വെച്ച് കളിക്കാൻ പറ്റും. അതാണ് GST മിനിമം നിങ്ങൾ എത്ര രൂപ ആഡ് ചെയ്താലും അതിന് 28% ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നാണ്. സോ ഈ ഗവൺമെൻറ് എമൗണ്ട് കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് തിരിച്ചൊന്നും കിട്ടത്തില്ല. പക്ഷേ നമ്മൾ ഒരു TDS ഉണ്ടല്ലോ, നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു TDS ഉണ്ടല്ലോ, ആ TDS ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ പോകുന്നു. ഗവൺമെൻറ് വിഡ്രോ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ പോകണം. നമ്മുടെ എവിടുത്തെ അക്കൗണ്ട്, നമ്മളെ പാൻ കാർഡുമായിട്ടാണല്ലോ നമ്മളെ ഡ്രീം 11 മറ്റ് ആപ്ലിക്കേഷനൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡ്രീം 11 മാത്രമേ TDS ഉള്ളൂ. സോ ആ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ആ TDS നമ്മുടെ പാൻ കാർഡിലോട്ട് പോകും. നമ്മൾ ഓരോ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത്, ഫിനാൻഷ്യൽ ഇയർ എന്താണെന്ന് കുറച്ച് പേർക്ക് അറിയില്ല, അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യും. പിന്നെ പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 മുതലാണ്. സോ ഈ ഒരു ഇതാണ് സർക്കിൾ പോകുന്നത്. നമ്മൾ ജാനുവരി ടു ഡിസംബർ വരെയല്ല, അത് ഈ പറഞ്ഞതുപോലെ മാർച്ച് ടു അടുത്ത മാർച്ച്, അങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ പോകുന്നത്. അതായത് April 1 മുതൽ ആ മാർച്ച് അടുത്ത കൊല്ലം. ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 2025 April 1 മുതൽ 2026 മാർച്ച് 31 വരെ, ഇതാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ. സോ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുന്ന സമയത്ത് നമ്മൾ ഈ TDS കയറിയതൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു 5000 രൂപ നിങ്ങൾ വിൻ ചെയ്തു. ഈ TDS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്യണം. 500 രൂപ കൊടുത്ത് ഞാനൊരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്തു. 500 രൂപ കൊടുത്ത് ജോയിൻ ചെയ്തിട്ട് എനിക്ക് 1000 രൂപ കിട്ടി. സോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ 500 രൂപയാണ് എനിക്ക് കിട്ടിയത്. ആ 500 രൂപ എനിക്ക് പ്രോഫിറ്റാണ്. ആ കൂടുതൽ കിട്ടിയ 500 എനിക്ക് പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റിൻ്റെ 30% നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കണം. 30%, 500ൻ്റെ 30% തന്നെയാണ്. 30% എത്ര രൂപയാണ്? ഏകദേശം ഇപ്പോൾ നമ്മൾ 1000 രൂപയുടെ 30% എന്ന് പറഞ്ഞാൽ എത്ര? 300 രൂപയായി. അതേസമയം നിങ്ങൾ ഈ 500 രൂപയുടെ എത്ര? ഏകദേശം 200 രൂപയുടെ അടുത്ത് വരില്ലേ? 200-300 വരത്തില്ലേ? 200 രൂപ വരും. ഓക്കെ, അപ്പോൾ 1000 എന്ന് പറയുമ്പോൾ 150 രൂപ, 150 രൂപ വരും. അപ്പോൾ ഈ 150 രൂപ ഗവൺമെൻറ്റിന് പോവും. അങ്ങനെ നിങ്ങൾ കുറേ TDS ഗവൺമെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രോഫിറ്റ് മാത്രമാണ് ഡ്രീം 11 ഏൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് TDS ഫയൽ ചെയ്യാം. ഇപ്പോൾ TDS ഫയൽ ചെയ്യാനായിട്ട് ഓരോ സ്ഥലത്ത് ഓരോ ചാർജാണ്. മാക്സിമം 1000 മുതൽ 2000-നുള്ളിൽ നമുക്ക് TDS ചാർജ് ചെയ്യാം. അതായത് ITR ഫയൽ ചെയ്യാം. TDS അല്ല, ITR ഫയൽ ചെയ്യാം. ഈ ഒരു ITR ഫയൽ ചെയ്യാനുള്ള ചാർജാണ് 1000 മുതൽ 2000 രൂപ വരെ. അത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയർ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു, മാർച്ച് 31 കഴിഞ്ഞു. സോ അതിന് ശേഷമുള്ള ഇപ്പോൾ April 1 മുതൽ നമ്മുടെ ജൂലൈ ലാസ്റ്റ് വരെ, അത് തീയതി അവർ മാറ്റിക്കൊണ്ടേയിരിക്കും. June 30 ചിലപ്പോൾ ജൂലൈ ആവും. മാക്സിമം ജൂലൈ വരെ, എന്തായാലും ജൂലൈ വരെ ഉണ്ടാവും. സോ നിങ്ങൾ മാക്സിമം ജൂൺ ആ ഒരു ടൈമിൽ ചെയ്യുക. നമ്മൾ ഡ്രീം 11 പക്കയായിട്ട് അപ്ഡേറ്റ് ചെയ്യുക TDSും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും TDS കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ അത് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കയറും. അപ്പോൾ എല്ലാം കൂടെ വിഡ്രോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ പൈസ, ഒരു ദിവസം നിങ്ങളൊരു 10,000 രൂപയൊക്കെയാണ് ഏൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ പ്രോഫിറ്റ് മാത്രം ഏൺ ചെയ്യും. നിങ്ങളിപ്പോൾ ഒരു 5,000 രൂപ ഇട്ടു, നിങ്ങൾ 15,000 രൂപ കിട്ടി. അപ്പോൾ 10,000 രൂപ നിങ്ങളുടെ പ്രോഫിറ്റാണ്. ഈ 10,000 രൂപയിൽ 3,000 രൂപ ഗവൺമെൻറ്റിനാണ്. ആ 3,000 രൂപ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതെങ്ങനെ വിഡ്രോ ചെയ്യുന്നത് വെച്ചാൽ ITR ഫയൽ ചെയ്തതിന് വിഡ്രോ ചെയ്യാൻ പറ്റും. അത്രയുള്ളൂ, സിമ്പിളായിട്ട്. ഇപ്പോൾ ITR ഫയൽ 1000 രൂപ ആവുള്ളൂ, ബാക്കി 2,000 രൂപ നിങ്ങളുടെ കൈ കിടക്കും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഡ്രീം 11 മറ്റ് ആപ്ലിക്കേഷനിലൊക്കെ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്ത് TDS പിടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ITR ഫയൽ ചെയ്തതിന് ഇതൊക്കെ റിട്ടേൺ കിട്ടും. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. റീസെൻ്റ്ലി ഞാനൊക്കെ ITR കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഫയൽ ചെയ്യാറുണ്ട്. എനിക്കൊരു 20,000-30,000 രൂപയൊക്കെ വെച്ച് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ITR ഫയൽ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. കാരണം നിങ്ങളുടെ എമൗണ്ട് TDSും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്, നിങ്ങളുടെ ക്യാഷ് തന്നെയാണ്. അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ITR ഫയൽ ചെയ്യുന്നത് വലിയ കുറ്റമൊന്നുമില്ല. നിങ്ങൾക്ക് ബാങ്കിൽ പോയി ലോൺ എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുകയുള്ളൂ. സോ എന്തായാലും ITRനെ പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. അതിന് ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്തതിന് തീർച്ചയായിട്ടും ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. അതിന് മിനിമം ഒരു 1000 രൂപയുള്ളൂ. 1000 രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് 3000 രൂപ തിരിച്ചു കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമല്ലേ. അപ്പോൾ ITR ഫയൽ ചെയ്യുക. നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മേ ബി ചിലവർക്കൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് റിസ്ക് എടുത്ത പരിപാടിയാണ്. സോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പുറത്ത് പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയാം, പക്ഷേ ഞാൻ ചെയ്യാത്തത് ഇൻകം ടാക്സ് റിലേറ്റഡ് ഒക്കെ അല്ലേ. സോ അതുകൊണ്ടാണ് ക്യാഷ് നല്ല രീതിയിൽ ഏൺ ചെയ്തവരാണ് തീർച്ചയായിട്ടും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു എമൗണ്ട് റിട്ടേൺ കിട്ടും. അപ്പോൾ TDS ഇല്ലാത്ത കുറേ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നിലവിലുണ്ട്. സോ Dream11 കളിക്കുന്നത് നിർത്തിയിട്ട് Dream11 TDS ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുബേര ആയാലും അതുപോലെ തന്നെ Vision11 ആയാലും MyMaster 11, Choice 11, Focus 11, Excel11, Spot ഏത് ആപ്ലിക്കേഷനിൽ TDS കാര്യങ്ങളൊന്നുമില്ല. സോ മറ്റ് ആപ്ലിക്കേഷൻസ് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ അതിൽ ഈ GST കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ Dream11 പിടിക്കുന്നില്ല, മറ്റു ആപ്ലിക്കേഷനിലും പിടിക്കുന്നില്ല. ഈ TDS കൂടെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് നന്നായിരുന്നു. സോ അപ്പോൾ TDSും മറ്റ് ആപ്ലിക്കേഷനിലൊന്നും പിടിക്കുന്നില്ല. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഫുള്ളായിട്ട് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നതാണ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ വരിക, അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക്. അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.